നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ മുഖ്യമന്ത്രി ഓടി നടന്ന് ദർശനം തുടങ്ങിയിട്ടുണ്ട്. നവകേരള സദസ്സ് നടത്തി പൗരപ്രമുഖരെ കണ്ടുവെന്ന വലിയ ആക്ഷേപം സർക്കാരിന് നേരെ ഉണ്ടായിരുന്നു. അതിന് വെള്ളപൂശാൻ ദളിത് വിഭാഗങ്ങളെ നേരിട്ട് കാണാൻ പോയി. പക്ഷെ അവിടെ മാധ്യമങ്ങളെ അടുപ്പിച്ചില്ല. സാധാരണ സർക്കാർ പരിപാടികൾ കൊട്ടി ഘോഷിക്കാറുണ്ട്. മുഖ്യന്റെ തല, മുഖ്യന്റെ ഫുൾ ഫിഗർ, അത് മസ്റ്റാണല്ലോ. പക്ഷെ ഇവിടെ മാധ്യമങ്ങളോട് കടക്കുപുറത്ത് നയമായിരുന്നു. ആദിവാസി ദളിത് മേഖലയിലുള്ളവരുമായി മുഖ്യമന്ത്രി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് വലിയ വിവാദമാകുകയാണ്. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ ഉടൻ മാധ്യമപ്രവർത്തകരോട് പുറത്തു പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിപ്പോൾ സർക്കാരിന് നേരെ വലിയ ആരോപണത്തിന് വഴിവെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സർക്കാർ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായതെന്നാണ് ചോദ്യം. ആദിവാസികൾ എടുത്തു കുടഞ്ഞാൽ അത് പുറത്തേക്ക് വരരുതെന്ന തിട്ടൂരമായിരുന്നോ എന്നാണ് ആക്ഷേപം വരുന്നത്. ആദിവാസി ദളിത് വിഭാഗങ്ങളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടെത്തിയവരാണ് മുഖ്യമന്ത്രിയുമായി സംവദിച്ചത്. ഇവരിൽ ചിലർ ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് മാധ്യമപ്രവർത്തകർ പുറത്തു പോകണമെന്ന് പരിപാടിയുടെ അവതാരകൻ മൈക്കിലൂടെ പറഞ്ഞത്. പട്ടയം ലഭിക്കാത്തതും, വന്യജീവി ശല്യം നേരിടുന്നതും, ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതും, ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസ് സൗകര്യം ലഭിക്കാത്തതും, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു തുടക്കത്തിൽ സംസാരിച്ചവർ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതിനിടയിലായിരുന്നു മാധ്യമപ്രവർത്തകർ ഹാളിൽ നിന്ന് പുറത്തു പോകണമെന്ന് അനൗൺസ്മെന്റ് വന്നത്. മുൻകൂട്ടി എഴുതി നൽകിയ ചോദ്യങ്ങളാണ് ചോദിക്കാൻ അനുവദിച്ചതും. നേരത്തെ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ മാധ്യമങ്ങൾക്കെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്കെതിരെ ഒരു പ്രമുഖ ദിനപത്രം നൽകിയ വാർത്തയ്ക്കെതിരെയാണ് പിണറായി വിജയൻ രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിയുടെ മുഖാമുഖം ആളെ കൂട്ടാൻ പെടാപ്പാടെന്നാണ് പത്രത്തിൽ വാർത്ത നൽകിയിരുന്നത്. ആളെ കൂട്ടാനല്ല, ആളെ കുറയ്ക്കാനാണ് പാടുപെടുന്നതെന്ന് മുഖ്യമന്ത്രി പരിഹാസത്തോടെ പറഞ്ഞത്. മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല ജനങ്ങൾ കാര്യങ്ങളെ കാണുന്നത്. വിവേചന ബുദ്ധി ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കണം. എന്തെല്ലാം എഴുതിയിട്ടും ഉപതെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം കണ്ടല്ലോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നവകേരള സ്ത്രീ സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന മുഖാമുഖം പരിപാടിയിൽ ആളെ കൂട്ടാൻ പാടുപെടുന്നുവെന്നാണ് ഒരു പ്രമുഖ പത്രം നൽകിയ വാർത്ത. ഹാളിൽ ആളെ കൂട്ടാൻ ഒരു പ്രയാസവുമില്ലെന്ന് എഴുതിയ ആൾക്കറിയാം. പക്ഷേ അവരെ കൊണ്ട് മാനേജ്മെന്റ് എഴുതിപ്പിക്കുകയാണ്. നിങ്ങൾ എന്തെഴുതിയാലും ജനങ്ങൾക്ക് വിവേചന ബുദ്ധിയുണ്ട്. ഇതെല്ലാം എഴുതിയിട്ടും തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലം നാം കണ്ടല്ലോ. മാധ്യമങ്ങൾക്കെതിരെ പറയേണ്ടി വരുന്നത് വസ്തുതാപരമല്ലാത്ത വാർത്തകൾ കാണുന്നതുകൊണ്ടാണ്. നന്നാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശരിയാണ്, മുഖ്യമന്ത്രിയും നന്നാകില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്ന് നമുക്കും അറിയാവുന്നത് കൊണ്ട് മറ്റ് നിവർത്തിയില്ലല്ലോ. പെട്ടെന്നൊരു ആദിവാസി സ്നേഹം മുള പൊട്ടിയിരിക്കുകയാണ് സർക്കാരിന്. ഇതുവരെ അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. തിരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് അവരെ ആവശ്യമാണ്. അതുകൊണ്ട് പരിപാടി നടത്തി. 2 ദിവസം മുൻപ് ഒരു വാർത്ത വന്നിരുന്നു. അട്ടപ്പാടിയിൽ ഒരു രോഗിയെ കമ്പിൽ കെട്ടി കിലോമീറ്ററുകൾ കുറെ പേർ ചുമന്ന് ആശുപത്രിയിൽ എത്തിച്ചത്. അന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി മൗനത്തിലായിരുന്നു. ആ വാർത്ത അറിഞ്ഞ ഭാവമേ കാണിച്ചില്ല. അട്ടപ്പാടിയിൽ പിന്നെ ഇത് സ്ഥിരം സംഭവമാണ്. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കി കൊടുക്കാത്തവരാണ്. ഇനി 2.25 കൊല്ലം മാത്രം ബാക്കിയുള്ളപ്പോൾ പരിപാടി നടത്തി ഇപ്പോൾ പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നത്. തിരഞ്ഞെടുപ്പെടുത്തതോടുകൂടി പിണറായി ഷോ തുടങ്ങിയിട്ടുണ്ട്, അത്ര തന്നെ.